സുഹൃത്തുക്കളെ, ഇന്ത്യ വിശ്വസിച്ചു. ഒരു യുദ്ധവിമാനത്തിന്റെ ഹൃദയം GE എന്ന കമ്പനിയുടെ എഞ്ചിനിൽ നമ്മൾ കൊണ്ടുവച്ചു. പക്ഷേ ഇപ്പൊ വരുന്ന റിപ്പോർട്ടുകൾ പറയുന്നത് F414 ഡീൽ പ്രൈസിൽ വലിയൊരു റോഡ് ബ്ലോക്ക്. തേജസ് MK2 ആംക പോലെയുള്ള ഇന്ത്യയുടെ ഭാവി ഫൈറ്റർ പ്രൊജക്ട്സ് ഇനി വൈകുമോ? അതിലേറെ വലിയ ചോദ്യം, ക്രിട്ടിക്കൽ ഡിഫൻസ് ടെക്നോളജിയിൽ അമേരിക്കയെ ഇന്ത്യ ഇനി എത്രത്തോളം വിശ്വസിക്കണം? വാണിജ്യ ചർച്ചകൾ അന്തിമഘട്ടത്തിലേക്ക് കടന്നപ്പോൾ തികച്ചും അപ്രതീക്ഷിതമായ ഒരു സാമ്പത്തിക പ്രതിസന്ധി ഈ കരാറിനെ ബാധിച്ചിരിക്കുകയാണ്. ജനറൽ ഇലക്ട്രിക്സ് എന്ന കമ്പനി അവരുടെ തനി നിറം കാണിച്ചു. ന്യായീകരിക്കാൻ കഴിയാത്തത്ര വലിയൊരു തുകയാണ് ജനറൽ ഇലക്ട്രിക് ഇപ്പോൾ ഒരു എഞ്ചിനായിട്ട് ആവശ്യപ്പെടുന്നത്. ഇത് കേവലം രണ്ട് കമ്പനികൾ തമ്മിലുള്ള വാണിജ്യ തർക്കമല്ല, മറിച്ച് ഇന്ത്യയുടെ അടുത്ത 20 വർഷത്തെ വ്യോമ സുരക്ഷാ തന്ത്രങ്ങളെ ഒന്നടങ്കം ബാധിക്കുന്ന ഒരു വലിയ പ്രതിസന്ധിയാണ്. എഞ്ചിൻ വിലയിലെ കുതിച്ചു ചാട്ടത്തിന്റെ പിന്നിലെ കാരണങ്ങൾ എന്തൊക്കെയാണ്? ഇതിന്റെ പിന്നിൽ അമേരിക്കയുടെ സമ്മർദ്ദങ്ങളുണ്ടോ? ഈ പ്രതിസന്ധിയെ മറികടക്കാൻ ഇന്ത്യൻ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള DRDOയുടെ മുമ്പിലുള്ള ബദൽ മാർഗങ്ങൾ എന്തൊക്കെയാണ്? ഈ വിഷയങ്ങളെല്ലാം അതീവ സൂക്ഷ്മമായി സാങ്കേതികവും ചരിത്രപരവുമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ വിശകലനം ചെയ്യാൻ പോവുകയാണ്. സുഹൃത്തുക്കളെ നമസ്കാരം. രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിന്റെ അത്ര സന്തോഷകരമല്ലാത്ത ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം. നിലവിൽ ഇന്ത്യൻ വ്യോമസേന ഉപയോഗിക്കുന്ന തേജസ് മാർക്ക് 1A വിമാനങ്ങളിൽ ഉപയോഗിക്കുന്നത് GEയുടെ തന്നെ F404 എഞ്ചിനുകളാണ്. ഇതിന് ഉൽപ്പാദിപ്പിക്കാൻ കഴിയുന്ന പരമാവധി കരുത്ത്, ത്രസ്റ്റ് ഏകദേശം 84 കിലോ ന്യൂട്ടനാണ്. എന്നാൽ ഇന്ത്യ ഭാവിയിൽ നിർമ്മിക്കാൻ പോകുന്ന തേജസ് മാർക്ക് 2 കൂടുതൽ വലിപ്പമുള്ള, കൂടുതൽ ആയുധങ്ങളും റഡാർ സംവിധാനങ്ങളും വഹിക്കാൻ ശേഷിയുള്ള ഒരു മീഡിയം വെയ്റ്റ് ഫൈറ്ററാണ്. ഈ അധിക ഭാരം വഹിച്ച് അതിവേഗതയിൽ പറക്കാനായിട്ട് നിലവിലെ F404 എഞ്ചിനുകൾക്ക് കഴിയില്ല. അതിനായിട്ട് കുറഞ്ഞത് 98 കിലോ ന്യൂട്ടൺ കരുത്തുൽപാദിപ്പിക്കുന്ന അത്യാധുനിക എഞ്ചിനുകൾ ആവശ്യമാണ്. ജനറൽ ഇലക്ട്രിക്സിന്റെ F414IN-S6 എന്ന വേരിയന്റ് കൃത്യമായിട്ട് ഈ ആവശ്യം നിറവേറ്റുന്നതാണ്. അമേരിക്കയുടെ ബോയിങ് FA-18 സൂപ്പർ ഹോർനെറ്റ് പോലെയുള്ള വിമാനങ്ങളിൽ ഉപയോഗിച്ച് വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള വളരെ വിശ്വസനീയമായ ഒരു എഞ്ചിനാണിത്. ഫുൾ അതോറിറ്റി ഡിജിറ്റൽ എഞ്ചിൻ കൺട്രോൾ അഥവാ ഫാഡക് എന്ന കമ്പ്യൂട്ടറൈസ്ഡ് സംവിധാനം വഴി എഞ്ചിന്റെ ഇന്ധനക്ഷമതയും സുരക്ഷയും കൃത്യമായിട്ട് നിയന്ത്രിക്കാൻ ഇതിൽ സാധിക്കും. ഈ എഞ്ചിന്റെ പ്രവർത്തനക്ഷമതയിലുള്ള വിശ്വാസം കൊണ്ടാണ് ഇന്ത്യ തങ്ങളുടെ ഏറ്റവും പുതിയ വിമാനങ്ങളുടെ പ്ലാറ്റ്ഫോമുകളെല്ലാം തന്നെ ഇതിനെ അടിസ്ഥാനമാക്കി രൂപകൽപ്പന ചെയ്തത്. സാങ്കേതികമായിട്ട് ഈ എഞ്ചിൻ മികച്ചതാണെന്നുണ്ടെങ്കിലും സാമ്പത്തികമായിട്ട് ഇതിപ്പോൾ ഇന്ത്യക്ക് വലിയൊരു ബാധ്യതയായിട്ട് മാറിയിരിക്കുകയാണ്. പ്രാരംഭഘട്ടത്തിലുള്ള ചർച്ചകളിൽ ഇന്ത്യ കണക്കാക്കിയിരുന്ന ബജറ്റ് പ്രകാരം നിർമ്മാണ ചെലവുകൾ അടക്കം ഒരു എഞ്ചിന് ഏകദേശം 70 മുതൽ 80 കോടി രൂപ വരുമെന്നായിരുന്നു. എന്നാൽ അന്തിമ വാണിജ്യ ചർച്ചകളിൽ GE ആവശ്യപ്പെട്ടിരിക്കുന്ന തുക ഒരു എഞ്ചിന് 200 കോടി രൂപയ്ക്കടുത്താണ്. അതായത് നമ്മൾ പ്രതീക്ഷിച്ചതിൽ 3 ഇരട്ടിയോളം, 300% വില വർധനവ്. ഈ ഭീമമായ തുകയെ GE ന്യായീകരിക്കുന്നത് അവർ നൽകുന്ന 80% സാങ്കേതിക വിദ്യ കൈമാറ്റം ചൂണ്ടിക്കാണിച്ചാണ്. യുദ്ധവിമാന എഞ്ചിനുകളുടെ നിർമ്മാണത്തിലെ ഏറ്റവും സങ്കീർണമായ ഭാഗങ്ങളായിട്ടുള്ള സിംഗിൾ ക്രിസ്റ്റൽ ടർബൈൻ ബ്ലേഡുകൾ, അഡ്വാൻസ്ഡ് കോട്ടിങ്ങുകൾ, ഇതിൻ്റെ എല്ലാം സാങ്കേതിക വിദ്യ കൈമാറുന്നത് ഇതിൽ ഉൾപ്പെടുന്നു. കൂടാതെ ഭാവിയിൽ ഇന്ത്യയിൽ തന്നെ ഇവരുടെ പരിപാലനം നടത്തുന്നതിനുള്ള മെയിൻ്റനൻസ്, റിപ്പയർ ആൻഡ് ഓവർഹോൾ സംവിധാനങ്ങൾ സ്ഥാപിക്കാനുള്ള തുകയും ഇതിൽ ഉൾപ്പെടുന്നുണ്ട്. ഇതിനെല്ലാം പുറമെ പുതിയ നിർമ്മാണ പ്ലാന്റുകൾ സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ആയിരക്കണക്കിന് കോടി രൂപയുടെ ഏകദേശം $800 മില്യൺ പ്രാരംഭ നിക്ഷേപവും അവരിപ്പോൾ ആവശ്യപ്പെടുന്നുണ്ട്. ഇന്ത്യയുടെ 5ാം തലമുറ വിമാനമായിട്ടുള്ള ആംക ഒരു ഇരട്ട എഞ്ചിൻ വിമാനമാണ്. ഒരു എഞ്ചിന് 200 കോടി രൂപ നൽകിയാൽ ഒരു ആംക വിമാനത്തിന്റെ എഞ്ചിന് മാത്രം 400 കോടി രൂപ ചെലവാകും. മറ്റ് ഇലക്ട്രോണിക്സ്, ആയുധ സംവിധാനങ്ങൾ, എയ്സാർ റഡാർ, ഇതിന്റെ എല്ലാം കൂടെ ചെലവ് കൂടി കണക്കാക്കുമ്പോൾ വിമാനത്തിന്റെ മൊത്തം വില കുത്തനെ ഉയരും. ഏകദേശം 350-400 കോടി രൂപയ്ക്ക് ഒരു പൂർണ്ണ യുദ്ധവിമാനം തന്നെ നിർമ്മിക്കാൻ കഴിയുന്ന സാഹചര്യത്തിലാണ് എഞ്ചിന് മാത്രം 400 കോടി ഇവർ ആവശ്യപ്പെടുന്നത്. ഇത് ഇന്ത്യയുടെ ഡിഫൻസ് ബജറ്റിനെ തന്നെ താളം തെറ്റിക്കുന്ന ഒന്നാണ്. സാമ്പത്തിക നഷ്ടത്തിന് പുറമെ പ്രതിരോധ വിദഗ്ധർ ഉന്നയിക്കുന്ന ഏറ്റവും വലിയ ആശങ്ക അമേരിക്കയുടെ ജിയോ പൊളിറ്റിക്കൽ റിലയബിലിറ്റിയെ കുറിച്ചാണ്. അതീവ നിർണായകമായ യുദ്ധവിമാനങ്ങളുടെ കാര്യത്തിൽ പൂർണ്ണമായിട്ടും അമേരിക്കൻ സപ്ലൈ ചെയിനെ ആശ്രയിക്കുന്നത് ഇന്ത്യ എന്നല്ല ഏതൊരു രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തന്ത്രപരമായ അബദ്ധമായിട്ട് മാറും.
ഇതിന് വ്യക്തമായ ചരിത്രപരമായ കാരണങ്ങളും ഉണ്ട്. 1998 ഇന്ത്യ പോഖ്രാനിൽ ആണവ പരീക്ഷണം നടത്തിയപ്പോൾ അമേരിക്ക കടുത്ത സാമ്പത്തിക സാങ്കേതിക ഉപരോധങ്ങൾ ഇന്ത്യയുടെ മേളിൽ ഏർപ്പെടുത്തി. ഇത് ഏറ്റവും കൂടുതൽ ബാധിച്ചത് അന്ന് പ്രാരംഭ ദിശയിലായിരുന്ന ഇന്ത്യയുടെ LCA പദ്ധതിയെയാണ്. ഫ്ലൈറ്റ് കൺട്രോൾ സിസ്റ്റം ഉൾപ്പെടെ അമേരിക്കയിൽ നിന്ന് വരേണ്ടിയിരുന്ന ഘടകങ്ങൾ ഒറ്റയടിക്ക് നിർത്തലാക്കപ്പെട്ടു. വിമാനം ആകാശത്തേക്ക് ഉയരാനായിട്ട് പിന്നെയും വർഷങ്ങൾ നമുക്ക് കാത്തിരിക്കേണ്ടതായിട്ട് വന്നു. അമേരിക്കൻ കോൺഗ്രസിന് എപ്പോൾ വേണമെങ്കിലും ഇത്തരം നിയമങ്ങൾ വീണ്ടും കൊണ്ടുവരാൻ കഴിയും. ഉദാഹരണത്തിന് കാറ്റ്സ പോലെയുള്ള നിയമങ്ങൾ. നേറ്റോ സഖ്യത്തിലെ പ്രധാന അംഗമായ തുർക്കി തങ്ങളുടെ സ്വന്തം സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് റഷ്യയിൽ നിന്നും S-400 മിസൈൽ പ്രതിരോധ സംവിധാനം വാങ്ങിയപ്പോൾ അമേരിക്ക അവരെ F-35 5ാം തലമുറ യുദ്ധവിമാന പ്രോഗ്രാമിൽ നിന്ന് പൂർണ്ണമായിട്ടും പുറത്താക്കി. അതും പോരാഞ്ഞിട്ട് തുർക്കി ഇതിനായിട്ട് നിക്ഷേപിച്ച കോടിക്കണക്കിന് ഡോളറുകൾ അവർക്ക് നഷ്ടമായി. അമേരിക്ക തിരിച്ചു കൊടുത്തില്ല. മറുവശത്ത് ഫ്രാൻസ് അല്ലെങ്കിൽ റഷ്യ പോലെയുള്ള രാജ്യങ്ങൾ വാണിജ്യ കരാറുകളിൽ ഇത്തരം കടുത്ത രാഷ്ട്രീയ ഇടപെടലുകൾ നടത്താറില്ല. റഫേൽ വിമാനങ്ങൾ ഇന്ത്യ വാങ്ങാൻ പ്രധാന കാരണവും ഫ്രാൻസിന്റെ ഈ വിശ്വാസ്യതയാണ്. വില കൂടുതലാണെങ്കിൽ ജനറൽ ഇലക്ട്രിക്സിനെ ഒഴിവാക്കി മറ്റേതെങ്കിലും രാജ്യത്തിന്റെ എഞ്ചിൻ വാങ്ങിക്കൂടെ എന്നൊരു സ്വാഭാവിക ചോദ്യം ഇവിടെ ഉയർന്നു വരാം. എന്നാൽ എയറോനോട്ടിക്കൽ എഞ്ചിനീയറിംഗിൽ ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഇന്ത്യ ചെയ്ത ഏറ്റവും വലിയ പിഴവ് എഞ്ചിന്റെ വാണിജ്യ കരാർ ഒപ്പിടുന്നതിന് മുമ്പ് തന്നെ ആ എഞ്ചിനെ അടിസ്ഥാനമാക്കി വിമാനങ്ങളുടെ ഡിസൈൻ പൂർത്തിയാക്കി എന്നുള്ളതാണ്. വിമാനത്തിന്റെ എഞ്ചിൻ മാറ്റുക എന്നുള്ളത് ഒരു കാറിന്റെ എഞ്ചിൻ മാറ്റുന്നത് പോലെ അല്ല. തേജസ് മാർക്ക് 2ന്റെ എയർ ഇൻടേക്ക്, എഞ്ചിൻ ഫിറ്റ് ചെയ്യുന്ന എഞ്ചിൻ ബേയുടെ വലിപ്പവും വ്യാപ്തിയും, തെർമൽ മാനേജ്മെന്റ് സിസ്റ്റം, എല്ലാറ്റിനും ഉപരി വിമാനത്തിന്റെ സെന്റർ ഓഫ് ഗ്രാവിറ്റി, ഇതെല്ലാം തികച്ചും GE F414 എഞ്ചിന്റെ അളവുകൾക്കും ഭാരത്തിനും അനുസരിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത്. മറ്റൊരു എഞ്ചിനിലേക്ക് മാറിയാൽ വിമാനത്തിന്റെ എയർ ഫ്രെയിം പൂർണ്ണമായിട്ടും റീഡിസൈൻ ചെയ്യേണ്ടതായിട്ട് വരും. ഇതിനായിട്ട് കോടിക്കണക്കിന് രൂപയുടെ വിൻഡ് ടണൽ പരീക്ഷണങ്ങൾ വീണ്ടും നടത്തണം. സോഫ്റ്റ്വെയർ കോഡുകൾ മാറ്റി എഴുതണം. ഇത് മൊത്തം പ്രോഗ്രാമിനെയും വർഷങ്ങളോളം പിന്നോട്ട് നയിക്കും. ഇന്ത്യയുടെ മുമ്പിൽ മറ്റ് ഓപ്ഷൻസ് ഇല്ല എന്ന സാങ്കേതിക ബലഹീനത അറിയാവുന്നത് കൊണ്ടാണ് GE ഇപ്പോൾ ഇത്ര വലിയ വില ചോദിക്കുന്നത്. ഇതിനെ കുത്തക വിലപേശൽ അഥവാ മോണോപോളിസ്റ്റിക് ലിവറേജ് എന്നാണ് വിളിക്കുന്നത്. ഇതൊക്കെയാണെങ്കിലും ഇന്ത്യ ഈ വിലപേശലിന്റെ മുമ്പിൽ കീഴടങ്ങാൻ തയ്യാറല്ല. ബദൽ മാർഗങ്ങൾക്കായിട്ടുള്ള ചർച്ചകൾ ഊർജിതമായിട്ട് നടക്കുന്നുണ്ട്. പ്രധാനമായിട്ട് 3 മാർഗങ്ങളാണ് ഇന്ത്യയുടെ മുമ്പിൽ ഇപ്പോൾ ഉള്ളത്. ഒന്നാമത്തെ ഓപ്ഷൻ ഫ്രാൻസിന്റെ സഫ്രാൻ ഓഫർ. ഇന്ത്യയുടെ വിശ്വസ്ത പ്രതിരോധ പങ്കാളിയായ ഫ്രാൻസിലെ സഫ്രാൻ കമ്പനിയുമായിട്ട് ചേർന്ന് പുതിയ എഞ്ചിൻ വികസിപ്പിക്കുക. റഫേൽ വിമാനങ്ങളിലെ M88 എഞ്ചിൻ നിർമ്മിച്ച ഇവർ ആംകയ്ക്ക് ആവശ്യമായ 110 കിലോ ന്യൂട്ടൺ ശേഷിയുള്ള പുതിയ എഞ്ചിൻ സംയുക്തമായിട്ട് ഡിസൈൻ ചെയ്യാൻ തയ്യാറാണ്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് പൂർണ്ണമായും ഇന്ത്യക്ക് നൽകുമെന്നും അവർ വാഗ്ദാനം ചെയ്യുന്നു. രണ്ടാമത്തെ ഓപ്ഷൻ UK-യുടെ റോൾസ് റോയ്സ്. യൂറോഫൈറ്റർ ടൈഫോൺ വിമാനങ്ങളിൽ ഉപയോഗിക്കുന്ന EJ200 എഞ്ചിനുകളുടെ നിർമ്മാതാക്കളായ UK-യിലെ റോൾസ് റോയ്സും സമാനമായ ഒരു വാഗ്ദാനം നൽകിയിട്ടുണ്ട്. പൂർണ്ണമായ സാങ്കേതികവിദ്യ കൈമാറ്റത്തോടെ ഇന്ത്യയുമായിട്ട് സഹകരിക്കാൻ അവർ വളരെ നാളായിട്ട് താല്പര്യം പ്രകടിപ്പിക്കുന്നുണ്ട്. ഓപ്ഷൻ 3 ഓഫ് ദി ഷെൽഫ് പർച്ചേസ്. ഇത് ഏറ്റവും പ്രായോഗികമായ ഒരു ഇടക്കാല പരിഹാരമാണ്. അതായത് സാങ്കേതികവിദ്യ കൈമാറ്റം, ഇന്ത്യയിലെ പ്രാദേശിക നിർമ്മാണം എന്നീ നിബന്ധനകൾ തൽക്കാലം മാറ്റിവെക്കാം. പകരം അമേരിക്കയിൽ നിർമ്മിച്ച GE F414 എഞ്ചിനുകൾ പൂർണ്ണ രൂപത്തിൽ നേരിട്ട് വാങ്ങുക. ഇതിലൂടെ എഞ്ചിന്റെ വില 200 കോടിയിൽ നിന്നും തിരികെ 70-80 കോടിയിലേക്ക് കുറയ്ക്കാനായിട്ട് സാധിക്കും. പക്ഷേ F404 എഞ്ചിന്റെ കാര്യത്തിൽ കാണിച്ച പോലെ അവർ പറ്റിക്കില്ല എന്നുണ്ടെങ്കിൽ ആദ്യത്തെ 2-3 സ്ക്വാഡ്രൺ വിമാനങ്ങൾക്കായിട്ട് ഈ രീതിയിൽ വാങ്ങി ഉപയോഗിക്കാം. വിമാന നിർമ്മാണം തടസ്സമില്ലാതെ നടക്കാനായിട്ട് ഇത് സഹായിക്കും. ഈ സമയം ഉപയോഗിച്ച് ഇന്ത്യയുടെ പ്രതിരോധ ഗവേഷണ സ്ഥാപനമായിട്ടുള്ള DRDOയുടെ കീഴിലുള്ള ഗ്യാസ് ടർബൈൻ റിസർച്ച് എസ്റ്റാബ്ലിഷ്മെന്റ് വഴി സ്വന്തം കാവേരി എഞ്ചിൻ പൂർണ്ണ സജ്ജമാക്കുകയോ ഫ്രാൻസുമായിട്ട് ചേർന്ന് പുതിയ എഞ്ചിൻ വികസിപ്പിക്കുകയോ ചെയ്യാം. ആംകയുടെ 2ാം ഘട്ടത്തിൽ ഈ തദ്ദേശീയ എഞ്ചിൻ ഉപയോഗിക്കാവുന്നതാണ്. GE കരാർ ഉപയോഗിച്ച് ഇന്ത്യ പൂർണ്ണമായിട്ടും മറ്റൊരു എഞ്ചിനിലേക്ക്, ഉദാഹരണത്തിന് ഫ്രഞ്ച് എഞ്ചിനിലേക്ക് മാറാൻ തീരുമാനിച്ചാൽ തേജസ് മാർക്ക് 2ന്റെ ഡിസൈൻ മാറ്റങ്ങളും പുതിയ വിൻഡ് ടണൽ ടെസ്റ്റിങ്ങും ആവശ്യമായിട്ട് വരും. 2026 പറക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്ന വിമാനം ചുരുങ്ങിയത് 2 മുതൽ 3 വർഷം വരെ വൈകിയേക്കാം. ഇതിന്റെ സർവീസ് ഇൻഡക്ഷൻ 2032 മുതൽ 35 കാലഘട്ടത്തിലേക്ക് നീളാനും സാധ്യതയുണ്ട്. പിന്നെ AMCA അഥവാ ആംക മാർക്ക് 1. ആംകയുടെ പ്രാരംഭ പ്രോട്ടോടൈപ്പുകൾ F414 എഞ്ചിനെ അടിസ്ഥാനമാക്കിയാണ് നിർമ്മിക്കുന്നത്.
പുതിയ എഞ്ചിൻ വികസിപ്പിച്ച് പരീക്ഷണങ്ങൾ പൂർത്തിയാക്കി സർട്ടിഫിക്കേഷൻ നേടി വിമാനത്തിൽ ഘടിപ്പിക്കാനായിട്ട് കുറഞ്ഞത് 5 മുതൽ 7 വർഷം വരെ അധികം സമയമെടുത്തേക്കാം. അതുകൊണ്ട് 2035 ശേഷമേ ആംക പൂർണ്ണ സജ്ജമായിട്ട് വ്യോമസേനയുടെ ഭാഗമാകാൻ സാധ്യതയുള്ളൂ. ഈ കാലതാമസം ഇന്ത്യൻ വ്യോമസേനയുടെ ഫൈറ്റർ സ്ക്വാഡ്രനുകളുടെ എണ്ണത്തെ പ്രതികൂലമായിട്ട് ബാധിച്ചേക്കാമെന്നതും ഒരു വലിയ യാഥാർത്ഥ്യമാണ്. ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് 114 MRFA പ്രോഗ്രാമിന് പുറമെ നമുക്ക് കുറച്ച് സുഖോയ് 57 വിമാനങ്ങളും കൂടി വാങ്ങാവുന്നതാണ്. സുഹൃത്തുക്കളെ, അവസാനമായിട്ട് സാങ്കേതികവിദ്യ സ്വന്തമാക്കാൻ GE ചോദിക്കുന്ന ഈ അധിക തുക നമ്മുടെ സ്വന്തം ഗവേഷണ സ്ഥാപനങ്ങളായിട്ടുള്ള DRDOയിലും GTREയിലും നിക്ഷേപിക്കുന്നതാണ് ദീർഘകാല അടിസ്ഥാനത്തിൽ ഇന്ത്യക്ക് കൂടുതൽ ഗുണം ചെയ്യുക. ഇന്ത്യൻ പ്രതിരോധ മേഖലയിലെ കൂടുതൽ വസ്തുനിഷ്ഠവും ശാസ്ത്രീയവുമായ അനാലിസിസ് വീഡിയോകൾക്കായിട്ട് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും ഒരു വീഡിയോയിൽ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.